ഹായ് ഗൈസ്, ദിവ്യ ക്രിസ് ഇവരുടെ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം മുതൽ ഇവർ കേൾക്കാത്ത ആരോപണങ്ങളോ ഇവർ നേരിടാത്ത സൈബർ അറ്റാക്കുകളോ ഒന്നുമില്ല. എന്നാൽ ഇപ്പോൾ ഒരു തുറന്നു പറച്ചിലുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്ന ദിവ്യയാണ്. കുടുംബത്തിലിരുന്നാലോ അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ നിന്നാലോ ചിലപ്പോൾ ഏട്ടന്റെ കൂടെ പുറത്തു പോയാലോ പോലും തനിക്കിപ്പോൾ സമാധാനം കിട്ടുന്നില്ല എന്ന് തുടങ്ങി കുറേയധികം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തി ജീവിതത്തെക്കുറിച്ച് എല്ലാം തുറന്ന് സംസാരിക്കുകയാണ് ദിവ്യ ഈ വീഡിയോയ്ക്കകത്ത്. വീഡിയോയിലേക്ക് കിടക്കാം. ാണ് ഞാൻ എൻ്റെ ഒരു സന്തോഷവും കുറച്ച് കാര്യങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോഴും എനിക്കറിയില്ല എന്തിനാണ് എനിക്ക് സങ്കടം വരുന്നതെന്ന്. പിന്നെ നമ്മൾ ഇപ്പം ആർട്ടിസ്റ്റുകൾ കരഞ്ഞാൽ പറയും അത് അവരുടെ അഭിനയമാണെന്നൊക്കെ പറയും അല്ലെ. ആർട്ടിസ്റ്റുകൾക്ക് കരയാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കാൻ 100 ആൾക്കാരാണ്. എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ എന്താണെന്ന്. ഇപ്പോൾ എനിക്ക് യൂട്യൂബിൽ തന്നെ ആയാലും ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട്. 10 പേരെങ്കിൽ 10 പേര് എനിക്ക് അവർ മതി. ഞാൻ പറഞ്ഞല്ലോ, എന്നെ മനസ്സിലാക്കുന്നവരും മതി എനിക്ക്. എന്നെ മനസ്സിലാക്കാത്തവര് എന്നെ സപ്പോർട്ട് ചെയ്യണ്ട. എന്ത് ചെയ്തിട്ടും ഒരു സമാധാനം കിട്ടുന്നില്ല. കാരണം എന്താന്ന് പോലും അറിയാതെ ഇരുന്ന് കരയുകയാണ്. മൈഗ്രെയിന്റെ പ്രശ്നങ്ങളുണ്ട്, വേറെ കുറെ പേഴ്സണൽ കാര്യങ്ങളുണ്ട്, ഇതിനിടയ്ക്ക് വരുന്ന സൈബർ അറ്റാക്കുകളുണ്ട്. ഇതിനെയെല്ലാം ഓവർകം ചെയ്യാൻ ഇപ്പോൾ തനിക്ക് പറ്റുന്നില്ല. 10 നല്ല കമന്റുകൾ വന്നാൽ പോലും ഏതെങ്കിലും ഒരു കമന്റ് ചീത്തയായിട്ട് വന്നാൽ തന്നെ അത് വളരെയധികം മോശമായി ബാധിക്കുന്നുണ്ട് എന്ന് തുടങ്ങിയ കുറെ കാര്യങ്ങളാണ് ദിവ്യ ഇതിനകത്ത് സംസാരിക്കുന്നത്. ദിവ്യ ഇങ്ങനെ സംസാരിക്കാൻ ആസ്പദമായ കാരണം എന്താണെന്നായിരിക്കും ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ? ഒരു വീഡിയോ കൂടി കാണും. പിന്നെന്താണ്, ഞാൻ കുറെ വീഡിയോസ് ഇടുന്നതില് അയ്യോ എന്നോട് അത്രയും ശത്രുതയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എന്നതിൽ സന്തോഷം. കാരണം കിളവി ഈ പെണ്ണുങ്ങളെ ഞാൻ ഇനിയിപ്പോൾ ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നതാണ് എന്താണെന്ന് എനിക്കറിയില്ല. കിളവി അങ്ങനെ കുറെ വയസ്സായി. ശരിയാടോ, വയസ്സായി. ഞാനിപ്പോൾ ജനിച്ച കുഞ്ഞിന്റെ അതേ അവസ്ഥയിലല്ല. 42 വയസ്സായി. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. 42 വയസ്സിൽ ഞാൻ ഇങ്ങനെ ഉണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ് എനിക്ക്. അല്ല വിനേഷ്? ഇപ്പൊ 42 വയസ്സിൽ എത്ര ആൾക്കാരെ കണ്ട്? 30 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ പലരും അവരെ കണ്ട ഒരുപാട് ഏജ് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ എനിക്ക് ഇങ്ങനെയെങ്കിലും നിൽക്കാൻ പറ്റുന്നല്ലോ എന്നുള്ള സന്തോഷമുണ്ട് എനിക്ക്. പിന്നെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എനിക്ക് വയസ്സായിട്ടില്ല. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എനിക്ക് 42 വയസ്സായി. ഇപ്പം 42 വയസ്സാണ്. അപ്പൊ അങ്ങനെയാണ്. അതുകൊണ്ട് വയസ്സ് എന്ന് പറയുന്നത് അതിങ്ങനെ നമ്മൾ ഓരോ നിമിഷം പോയിക്കൊണ്ടിരിക്കുന്നതോറും അതിങ്ങനെ എന്താണ് ഈ കിളവി തൈക്കിളവി എന്നൊക്കെ പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യുന്നവര് അവരെ അമ്മമാരൊക്കെ എന്താണ് വീട്ടിൽ വിളിക്കാൻ എനിക്ക് അറിയില്ല കേട്ടോ. കാരണം അവർക്കൊക്കെ അമ്മ ഉണ്ടല്ലോ. അപ്പൊ അമ്മേനൊക്കെ അവർ ഏത് തരത്തിലാണ് എന്താണ് ചിത്രീകരിച്ചെടുക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. പിന്നെ അങ്ങനെ വിളിക്കണ്ടെങ്കിൽ അവർ അമ്മയുടെ ഒക്കെ അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത്. അവിടെ സ്കൂൾ കുട്ടികളെ പോലെ ബാഗ് ഇട്ടിട്ടുണ്ട്. മറ്റേ അത് ആരും എന്നോട് പറഞ്ഞു തൊഴിലുറപ്പിന് പോകുന്നത് നല്ലത്. ഓക്കെ, നമ്മൾ തൊഴിലുറപ്പിന് പോയിട്ട് സോ ഇത് 2 ദിവസം മുമ്പ് ദിവ്യ പോസ്റ്റ് ചെയ്ത വീഡിയോയാണ്. ഈ വീഡിയോയ്ക്കകത്ത് തനിക്ക് പ്രായമാകുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ തന്റെ പ്രായത്തെ കളിയാക്കുന്ന തന്നെ കിളവി എന്ന് വിളിക്കുന്ന ആൾക്കാരൊക്കെ സ്വന്തം അമ്മേനെയും പെങ്ങളെയൊക്കെ എങ്ങനെയായിരിക്കും കാണുക തുടങ്ങിയുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ആ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് അവർ ബാഗ് എടുത്ത് പോകുമ്പോൾ തൊഴിലുറപ്പിന് പോവുകയാണോ എന്ന് എൻ്റെ കമന്റ് സെക്ഷനിൽ വന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ തൊഴിലുറപ്പിന് പോകുന്ന പോലെ കാണിച്ചേക്കാം എന്നുള്ള രീതിയിൽ വളരെ ചിരിച്ച് കളിച്ച് തൊഴിലുറപ്പിനെ കുറച്ചങ്ങ് ഒരു സരസമാക്കി കളിയാക്കുന്ന രീതിയിൽ ഒരു ചെറിയ പോർഷൻ അതിനകത്തുണ്ട്. സോ തൊഴിലുറപ്പിന് പോകുന്ന അല്ലെങ്കിൽ അതൊരു ഉപജീവനമാക്കി കാണുന്ന കുറേയധികം ആൾക്കാർക്ക് അത് എവിടെയൊക്കെയോ നെഗറ്റീവായിട്ട് ബാധിച്ചു. അവർ ചെയ്യുന്ന ജോലിനെ മോശമാക്കി കാണിക്കുകയാണ് ദിവ്യ ഇവിടെ ചെയ്തത് എന്ന് തുടങ്ങിയ പല വിധത്തിലുള്ള കമന്റുകൾ കൊണ്ട് കമന്റ് സെക്ഷൻ നിറയാനായിട്ട് തുടങ്ങി. 1-2 കമന്റുകൾ വായിക്കാം. തൊഴിലുറപ്പ് എന്താ മോശം പണിയാണോ? ഏത് പണിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്, അത് മനസ്സിലാക്കൂ, പുച്ഛിക്കരുത്. അതിന് മറുപടി ദിവ്യ കൊടുത്തിട്ടുണ്ട്. തൊഴിലുറപ്പിന് പോവത്തില്ല അല്ലേ ചേച്ചി? എൻ്റെ ഉമ്മ ഇപ്പോഴും പോവും, അതത്ര മോശം പണിയൊന്നുമല്ല. ആ തൊഴിലുറപ്പിൽ നിന്ന് ഒരുപാട് ചോറുണ്ട ആളാണ് ഞാൻ. സോ ഇതിനെല്ലാം കൂടി ദിവ്യ കൊടുത്തിരിക്കുന്ന മറുപടി, എനിക്കിപ്പോൾ എന്തായാലും തൊഴിലുറപ്പിന് പോകാനാവില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പോകാം. എന്നെ കളിയാക്കി കമന്റ് ഇട്ടതിന് മറുപടി ഞാൻ പറഞ്ഞതാ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വർക്കിന്റെ അത്രയും ടെൻഷൻ ഇല്ല തൊഴിലുറപ്പ് പണിക്ക്. ഇത് അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. അത് ദിവ്യ ഇടയ്ക്കൊക്കെ ഒന്ന് ഓർത്താൽ കൊള്ളാം. നമ്മൾ ചെയ്യുന്ന ജോലിയാണ് ഈ ലോകത്ത് ഏറ്റവും പാടുള്ള ജോലി. വേറൊരാൾ ചെയ്യുന്നത് വളരെ എളുപ്പമായിട്ടുള്ള ജോലിയാണെന്ന് നമുക്ക് തോന്നും. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഗ്രീഷ്മ ബോസിനെ പോലെയോട്ടുള്ള ഇൻഫ്ലുവൻസർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വളരെയധികം ഈസിയാണെന്ന് പറഞ്ഞു. അത് ഒരു ഡെയിലി വ്ലോഗ് ചെയ്യുന്ന ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്ന അവർക്ക് എങ്ങനെ പറയാനായിട്ട് സാധിക്കും? അവർ ഞങ്ങൾ ചെയ്യുന്ന ജോലി എന്ന് ചെയ്യാൻ തുടങ്ങുന്നു അപ്പോഴല്ലേ ഞങ്ങളുടെ ജോലി അല്ലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാവുകയുള്ളൂ. എൻ്റെ വീഡിയോയ്ക്ക് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ആൾക്കാരുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് വളരെ യുണീക്ക് ആയിരിക്കും. അവരുടെ കുട്ടികളെയും അവരുടെ കുട്ടികളുടെ കുസൃതിയും
അവരുടെ കാര്യങ്ങളും അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഒക്കെ അറിയണമെങ്കിൽ അവരുടെ ചാനലിൽ തന്നെ പോയി കാണണം. അപ്പോൾ എന്തായാലും അവരുടെ ഓഡിയൻസ് അങ്ങനെ നിൽക്കും. പക്ഷെ ഇപ്പൊ എന്റെ ചാനലിൽ കാണുന്ന ഒരു ടോപ്പിക്ക് കുറേ അധികം ബാക്കിയുള്ള യൂട്യൂബേഴ്സിന്റെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ ചാനലിലും കാണും, അവരുടെ കോണ്ടന്റ് എന്റെ ചാനലിലും കാണും. അപ്പോൾ ഇങ്ങനെ ഒരേ വിഷയം തന്നെ 10-15 പേരിരുന്ന് യൂട്യൂബിൽ സംസാരിക്കും. ആരുടെയൊക്കെ വീഡിയോ ഒരേ ടോപ്പിക്കിന് വേണ്ടി ആൾക്കാർ കാണും? വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ കാണുകയുള്ളൂ. മാത്രമല്ല, ഏതെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ എടുത്തു വച്ചാലോ അല്ലെങ്കിൽ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ എടുത്തു വച്ചാലോ യാതൊരു സ്റ്റഡിയോ ഒന്നും ചെയ്യാതെ യാതൊരുവിധ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാതെ ഒക്കെ നിങ്ങൾക്കൊരു വീഡിയോ പങ്കുവയ്ക്കാനായിട്ട് സാധിക്കും. വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഷൂട്ട് ചെയ്തിട്ടാൽ മതി. നമുക്കതുപോലെയല്ല, ഏതെങ്കിലും ഒരു വിഷയം സംഭവിച്ചാൽ ആ വിഷയത്തെക്കുറിച്ച് അറിയണം, ആ വിഷയത്തെക്കുറിച്ച് ആദ്യം മുഴുവനായിട്ട് കേൾക്കണം, അതിന്റെ അഭിപ്രായങ്ങളെല്ലാം ശേഖരിക്കണം, എന്നിട്ട് വന്ന് പ്രിപ്പയർ ആയിട്ടിരുന്ന് വേണം ഒരു വീഡിയോ ചെയ്യാൻ. സോ അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കും ഉണ്ട്. അതുപോലെ തന്നെയാണ് ദിവ്യ ഇവിടെ പറയുന്നതും. ദിവ്യ അഭിനയിക്കുക എന്ന് പറയുന്ന ഒരു ജോലി ദിവ്യയ്ക്ക് ചിലപ്പോൾ ടെൻഷൻ ഉള്ളതും സ്ട്രെസ് ഉള്ളതും, എന്നാൽ തൊഴിലുറപ്പ് എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളതായിട്ടും തോന്നും. അത് അക്കരെ നിൽക്കുന്നത് കൊണ്ടാണ്. ഇക്കരെ വന്ന് നിൽക്കുകയാണെങ്കിൽ തൊഴിലുറപ്പ് പാടുള്ള പണിയും മേക്കപ്പ് ഒക്കെ ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് AC റൂമിനകത്ത് കയറിയിരുന്ന് 4 ഡയലോഗ് പറഞ്ഞാൽ ചോദിക്കുന്ന പൈസ വാങ്ങുന്ന ആക്ടേഴ്സിന്റെ ജീവിതം വളരെ എളുപ്പമുള്ളതായിട്ട് തോന്നും. അതങ്ങനെയാണ് ലോകം എന്ന് പറയുന്നത്. അപ്പോൾ തൊഴിലുറപ്പ് പണിക്ക് ഞങ്ങളുടെ ജോലിയുടെ അത്രയും ടെൻഷനും സ്ട്രെസ്സും ഒന്നും ഇല്ല എന്ന് ദിവ്യയ്ക്ക് ഒരിക്കലും അഭിപ്രായപ്പെടാനായിട്ട് സാധിക്കില്ല. ആ ഒരു അഭിപ്രായത്തോട്, ആ ഒരു കാഴ്ചപ്പാടോട് ഞാൻ ശക്തമായി യോജിക്കുന്നു. പിന്നെ ഈ ദിവ്യയുടെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും തൊഴിലുറപ്പ് മോശം പണിയാണെന്നോ തൊഴിലുറപ്പിന് ആരും പോകാൻ പാടില്ലെന്നോ ഒന്നും, അല്ലെ തൊഴിലുറപ്പിനെ കളിയാക്കുന്ന രീതിയിലൊന്നും അല്ല ദിവ്യ ഇവിടെ പ്രസന്റ് ചെയ്തത്. ദിവ്യയ്ക്ക് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഇതിനേക്കാൾ ഭേദം തൊഴിലുറപ്പിന് പൊക്കൂടെ അങ്ങനെ എന്തോ ചോദിച്ചൊരു കമന്റ് വന്നു. അതിനൊരു സരസമായ രീതിയിൽ മറുപടി പറയാൻ ശ്രമിച്ചതാണ്. പിന്നെ എനിക്ക് വന്ന കമന്റ്, വയസ്സങ്കാലത്ത് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ പോയി തൊഴിലുറപ്പിന് പോകും എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ വീഡിയോ ഇട്ടത്. വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എനിക്ക് തൊഴിലുറപ്പിന് പോകാൻ ഒരു മടിയുമില്ല. എനിക്ക് തൊഴിലുറപ്പിന്റെ കാർഡും ഉണ്ട്. അത് ഈ സീരിയൽ ഫീൽഡിലൊക്കെ വരുന്നതിന് മുന്നെയാണ്. എനിക്കിപ്പം എന്തായാലും എനിക്ക് പോകാൻ പറ്റുമോ? നിങ്ങൾ ദിവ്യ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ദിവ്യ ഇപ്പോൾ ചെയ്യുന്ന കാരണം അതിൽ നിന്നായിരിക്കും കൂടുതൽ വരുമാനം കിട്ടുന്നത്, അതിലായിരിക്കും കൂടുതൽ സൗകര്യപ്രദവും കൂടുതൽ സെലിബ്രിറ്റി സ്റ്റാറ്റസും ഫെയിമും എല്ലാ രീതിയിലും പ്രിവിലേജഡ് ആയിട്ടും ജീവിക്കാൻ പറ്റുന്നത് ദിവ്യ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിലാണ്. തൊഴിലുറപ്പിൽ ഇത്രയധികം പ്രിവിലേജസോ ഇത്രയധികം സെലിബ്രിറ്റി സ്റ്റാറ്റസോ ഇത്രയധികം റെക്കഗ്നിഷനോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ദിവ്യ തന്നെ ആദ്യം കമന്റ് സെക്ഷനിൽ പോയി പറഞ്ഞ സ്ട്രെസ് ഇല്ല, ടെൻഷൻ ഇല്ല, തൊഴിലുറപ്പാണ് സുഖം എന്ന് പറഞ്ഞ പരിപാടിക്ക് പോകാതെ ഈ ജോലി തിരഞ്ഞെടുത്തപ്പോൾ ഈ ജോലിയാണ് കൂടുതൽ സുഖം എന്ന് ദിവ്യ തന്നെ പറയാതെ പറയുകയാണ്. ഇനി അതല്ല, കൂടുതൽ ടെൻഷനും സ്ട്രെസ്സും എല്ലാം എടുത്താലും ഈ ജോലിയിലാണ് കൂടുതൽ വരുമാനവും പ്രിവിലേജസും എല്ലാം കിട്ടുക എന്ന് ദിവ്യ തുറന്നു പറയുകയാണ്. അങ്ങനെ പറയുന്ന സ്ഥിതിക്ക് പിന്നെ കമന്റ് ബോക്സിൽ പോയി തൊഴിലുറപ്പ് എളുപ്പമാണെന്ന് പറഞ്ഞു വെക്കുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല ദിവ്യ. അത് എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെയാണ്. സ്വന്തമായി ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തവർ എവിടെയെത്തില്ല. അത് ഞാൻ മാത്രമല്ല. ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അപ്പൊ ഞാൻ എന്തെങ്കിലും ഇട്ട അടുത്ത വ്ളോഗർമാരെ പിന്നെ പട വരും, എന്താണ് വായിൽ നിന്ന് വീണത്, ഇനി അതെടുത്തിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഇഷ്യൂ ആവും. അതുകൊണ്ടാണ് ഒന്നും മറ്റുള്ളവർക്ക് ഒരു കാര്യവും പറഞ്ഞ് കൊടുക്കാത്തത്. കാരണം കുറെ കാര്യങ്ങൾ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനൊക്കെ എനിക്ക് മറുപടി പറയണമെന്ന് ആഗ്രഹമില്ലായിട്ടല്ല. പക്ഷെ പറഞ്ഞാൽ അടുത്ത് പിന്നെ എന്നെ പൊങ്കാലിയിടാൻ കൊണ്ടുവരും. അതുകൊണ്ടാണ് ഒന്നും പറയാത്തത്. എത്ര നാൾ ഇങ്ങനെ പേടിച്ച് ജീവിക്കും? ആരും നല്ലത് പറയുന്നതിനോ അല്ലെങ്കിൽ ഒരു തെറ്റുകളോ പ്രശ്നങ്ങളോ ഇല്ലാത്തൊരു വാചകങ്ങൾ വായിൽ നിന്ന് വന്നാലോ ആരും വിമർശിക്കാനോ നിങ്ങളുടെ വീഡിയോ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യാനോ നിൽക്കില്ല. നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പിഴവ് സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും ഒക്കെയാണ് നമ്മൾ അത് എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയാൻ ശ്രമിക്കുമ്പോൾ, പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ വന്ന് പൊങ്കാലയിടുന്ന ആൾക്കാരാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തും നിങ്ങൾക്ക് പറയാം, എത്ര നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാം. പറയുമ്പോൾ ഒന്ന് ശ്രദ്ധ ചെലുത്തണം എന്ന് മാത്രം. അത് നിങ്ങളല്ല, ഞാനെന്നല്ല, ആര് സോഷ്യൽ മീഡിയയിൽ എന്ത് പറഞ്ഞാലും എന്ത് പ്രതികരിച്ചാലും അതിൽ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ നമുക്കെതിരെ വിമർശനങ്ങൾ വരും. അത് ഉൾക്കൊണ്ട് മൂവ് ഓൺ ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ റിസൾട്ടിനെ പേടിച്ച് നമ്മൾ ഒരു ആക്ഷൻ എടുക്കാതിരുന്നാൽ അവിടെ അങ്ങ് ഇരുന്ന് പോകത്തേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് എത്ര 10,000 ഇപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടിയാലും അല്ലെങ്കിൽ നമ്മളെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് കിട്ടിയാലും നമുക്ക് എവിടെയെങ്കിലും എത്തി എന്നിങ്ങനെ നമ്മൾ പറയാൻ പറ്റുമോ? നമുക്കത് അഹങ്കരിക്കാൻ പറ്റുമോ? ആരുടെ കാര്യമായാലും ഞാൻ എത്തി എന്ന് പറയണമെങ്കിൽ നമ്മളെ കൈകൊണ്ട് നമ്മൾ സ്വന്തമായി അധ്വാനിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുത്തു, ഇതെന്റേതാണ് എന്ന് പറയാൻ പറ്റും. അല്ലെ? അത്രയും കാലം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ സത്യമല്ലേ?
അടുത്ത ചോദ്യങ്ങൾ വരണ്ട, അയ്യോ അപ്പൊ എന്തോ പ്രശ്നമുണ്ട് എന്നൊന്നും വരണ്ട. ഞാനൊരു ന്യായമായ കാര്യം ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത്രയും ഒരു കാര്യം പറഞ്ഞതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ആരും വരണ്ട എന്ന് വളരെയധികം മനോഹരമായിട്ടൊരു മുൻകൂർ ജാമ്യം പോലെ ദിവ്യ എടുത്തു വെക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ പബ്ലിക്കിനെ, സൊസൈറ്റിനെ, ജഡ്ജ്മെന്റ്സിനെ ഇത്രയധികം ഭയക്കുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി എൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഇനി ചോദ്യങ്ങളുമായിട്ട് വരരുതെന്ന്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇങ്ങനെ ഭയപ്പെട്ട് ചോദ്യങ്ങളെ പേടിച്ച് എത്ര കാലം നമുക്ക് സോഷ്യൽ മീഡിയ പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിലനിന്ന് പോകാനായിട്ട് സാധിക്കും? ദിവ്യ ഒരു നല്ല കാര്യം ഷെയർ ചെയ്തതിനെ തുടർന്ന് ദിവ്യയുടെ വീട്ടിൽ പ്രശ്നമുണ്ടെന്നോ അല്ലെങ്കിൽ ദിവ്യയ്ക്ക് ഭർത്താവുമായി പ്രശ്നമുണ്ടെന്നോ ഒന്നും ആരും പറഞ്ഞു വരുത്താൻ പോകുന്നില്ല. ഇനി അങ്ങനെ ആരെങ്കിലും പറഞ്ഞു വരുത്തുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ തൊഴിലുറപ്പിനെ കുറിച്ച് ദിവ്യയ്ക്ക് പറയാനുള്ള കാര്യം കറക്റ്റായിട്ട് പങ്കുവെച്ചതുപോലെ അങ്ങനെ പറഞ്ഞു വരുത്തുന്നവരെ കുറിച്ചും വളരെ മനോഹരമായ ഒരു വീഡിയോ അങ്ങ് ചെയ്യുക, മൂവ് ഓൺ ആവുക. അതേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ സംസാരിച്ചതും ഞാൻ പങ്കുവച്ചതും എൻ്റെ മാത്രം കാഴ്ചപ്പാടുകളും എൻ്റെ മാത്രം അഭിപ്രായങ്ങളുമാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവെക്കാം നമ്മുടെ കമന്റ് സെക്ഷനിൽ. ബൈ.